ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനിഫെസ്റ്റേഷനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാനായിരുന്നു. അപ്പോൾ മാനിഫെസ്റ്റേഷനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാകുന്ന ഏതെങ്കിലും ഡിഫിക്കൽട്ടീസോ അതുപോലെ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ അനുഭവിക്കുന്ന എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും അതെനിക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിനുള്ള എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടെങ്കിൽ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഈ സോൾട്ട് വെച്ചിട്ടുള്ള ഞാനൊരു മാനിഫെസ്റ്റേഷൻ ഒരു വീഡിയോ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് ഇട്ട് 2-3 പേരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ്, അവർ മാത്രമല്ല നിങ്ങളുടെ അടുത്തും കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇടുന്നത്. അതായത് സോൾട്ട് വെച്ച് ചെയ്യുന്നതെന്ന് പറയുന്നത്, സോൾട്ട് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, അത് നമുക്ക് നെഗറ്റീവ് മാറ്റി പോസിറ്റീവ് കൊണ്ടുവരുന്നതാണ്. നമ്മുടെ ബോഡിയിൽ നെഗറ്റീവ് ഫുള്ളായിട്ട് അത് മാറ്റാൻ സഹായിക്കുന്ന ഒന്നാണ് സോൾട്ട് എന്ന് പറയുന്നത്. അതൊരു ഇതാണ്, ഒരു സയൻറ്റിഫിക് രീതി നമ്മൾ സാധാരണ പറയുന്നതാണ് സോൾട്ട്. അപ്പോൾ നമുക്ക് സോൾട്ട് എന്ന് പറയുന്നത് ഭയങ്കര നല്ലൊരു ഇതാണ്. അത് ഇത്രയും വലിയ ഇത് പാത്രം നിറച്ചെടുക്കണമെന്നല്ല പറഞ്ഞത്, കുറച്ചൊരു തുള്ളി എടുത്തിട്ട് നമ്മളിങ്ങനെ പിടിച്ചിട്ട് ആണിത് പറയുന്നത്. കയ്യിലത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം അഫർമേഷൻസ് അതിനകത്തൂടെ പറയുന്നത്. ഇനി നമ്മളിത് ചെയ്യുന്നത് ആർക്കൊക്കെ വേണ്ടിയിട്ടാണെന്ന് ചോദിക്കാറുണ്ട്. അതായത് നമുക്ക് നമ്മുടെ ഏത് ബന്ധമാണ്, അതായത് നമുക്ക് ഇഷ്ടപ്പെട്ടവർ നമ്മുടെ കൂടെ, ഇനി നല്ല സുഹൃത്തുക്കളാണെങ്കിലും നമ്മുടെ കൂടെ വേണമെന്നുള്ള ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിലും അവർ പോവാതെ നമ്മുടെ കൂടെ തന്നെ നിർത്താൻ വേണ്ടിയിട്ടും ഈ ഒരു മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ രീതി നമുക്ക് പ്രയോഗിക്കാവുന്നതാണ്. ഇത് കുറേ പേര് ചോദിച്ചു ഇതിനൊരു തെറ്റുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇത് ചെയ്യുന്നത് കൊണ്ട് എന്ത് തെറ്റാണ്? നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾ നമ്മുടെ കൂടെ നിൽക്കാനല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ കുറേ പേര് കുറച്ച് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നെഗറ്റീവ് അത് വിഷയമില്ല. അപ്പോൾ നെഗറ്റീവ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അറിയില്ലായിരിക്കും. അതായത് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് കുറച്ച് പേര് ഇത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്തു, പിന്നെ കിട്ടി. അതായത് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്തിട്ട് പിന്നെ ആഗ്രഹിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുമ്പോൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്. ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുമ്പോഴത്തേക്ക് ആ തോൽവിയിൽ നിന്ന് നമ്മൾ കയറി പോകുമെന്നുള്ളൊരു വിജയം ഉണ്ടല്ലോ, അത് 100% നിങ്ങൾ വിജയിക്കും. നമ്മൾ ആ കയറിപ്പോകുന്നൊരു കയറ്റത്തിനൊരു വിജയം ഉണ്ടായിരിക്കും, ഒരിക്കലും താഴോട്ട് ഇറങ്ങത്തില്ല. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് താഴോട്ട് ഇറങ്ങുമെന്നുള്ള രീതിയിലൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾ 100% സക്സസ് ആയി തന്നെ പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കുറച്ചും കൂടെ ഒന്ന് പ്രയത്നിക്കുക, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, മൈൻഡ് ഒന്ന് ഫ്രഷ് ആക്കി വെക്കുക, എപ്പോഴും പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ലൈഫിൽ എപ്പോഴും ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരണമെങ്കിൽ നമ്മൾ വിചാരിക്കണം നമ്മൾ എങ്ങനെ ആയിരിക്കണം. ഇപ്പോൾ ലൈഫ് എപ്പോഴും നമ്മളൊരു ഹാപ്പി ആയിട്ട് ഓരോ ദിവസവും ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ടൊന്ന് തുടങ്ങി നോക്കിക്കേ, ലൈഫ് അടിപൊളിയായിരിക്കും. അപ്പോൾ കുറച്ച് വീഡിയോസ് വരുന്നുണ്ട് ഉടനെ. അപ്പോൾ സോൾട്ടുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾ പോയി കാണുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. പുതിയൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ.